ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിട്ടാ വീഡിയോ നിങ്ങൾക്ക് അറിയണ്ട. അപ്പോൾ നമ്മുടെ ബാക്കിൽ വണ്ടി കിടക്കണണ്ട. ഈ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ക്രിറ്റ സംഭവം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഇത്തിരി അടിപൊളിയായിട്ട് ഡീസൻ്റായിട്ട് നമ്മൾ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ അതെ ഇതാണ് ഇവനാണ് വണ്ടിയുടെ മുതലാളി എന്ന് പറയും. പക്ഷെ മുതലാളി ഇവനല്ല ശരിക്കും. ഇവൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ക്യാമറമാൻ. നമ്മുടെ വലിയ ഇതാട്ടാ, വലിയ സംഭവമാണ് ആള് ഗായ്സ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം വണ്ടീനെ ആദ്യം കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ അത് ഫ്രണ്ടിൽ തന്നെ സംഭവങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ നമ്മളിത് കണ്ട ഒരു ചെറിയൊരു ബമ്പർ കിറ്റ് പോലത്തെ കണ്ട ഒരു ബമ്പർ പോലെ സംഭവം. ഇതാണ് നമ്മുടെ സംഭവം സെപ്പറേറ്റ് ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ DRL ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കമ്പനി വരുന്നതാണ്. പക്ഷെ നമ്മുടെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്റർ ഇട്ടാ. അപ്പം ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടി ആളോടെല്ലാം ഓണാക്കിയിട്ടാൻ പറഞ്ഞ ആളപ്പോഴേക്ക് ഓഫ് ചെയ്തിട്ട് പോയി. അക്കു എന്താണ് അക്കു? അപ്പോൾ ഗായ്സ് അപ്പോൾ ഇത് കണ്ട ഇൻഡിക്കേറ്ററിൻ്റെ തന്നെ സംഭവം അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ട ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഇതിനൊക്കെ നമുക്ക് സീനില്ലാത്ത വർക്കുകളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നമുക്ക് 360 ആണ് നമ്മുടെ ക്യാമറ വരുന്നത്. വണ്ടിയുടെ 4 സൈഡും നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് വണ്ടിയുടെ അത് കയറിയിട്ട് നമുക്ക് കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമ്മളിത് ഇനി വണ്ടിയുടെ സൈഡിലേക്ക് ഗായ്സ്. അപ്പോൾ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോഴാണ് ഇത് 360 ക്യാമറയുടെ ഒരു ക്യാമറ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഓൾറെഡി നമ്മുടെ കമ്പനി ചെയ്തു തരുന്നതാണ് ഇൻഡിക്കേറ്ററിൻ്റെത്. പിന്നെ നമ്മുടെ സെപ്പറേറ്റ് നമ്മൾ ഈ സൈഡിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് ഫുഡ് റെസ്റ്റ്. കാരണം നല്ല അടിപൊളി ഫുഡ് റെസ്റ്റാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അടിപൊളി നല്ല സംഭവം അടിപൊളി സാധനമായിരിക്കുകയാണ്. സംഭവം സൈഡ് വ്യൂ തന്നെ നോക്കിയേക്ക് നല്ല അടിപൊളിയായിട്ടില്ലേ സംഭവം. നമ്മുടെ വണ്ടി മൊത്തത്തിൽ നമ്മൾ സെറാമിക് കോട്ടിങ്ങോട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്. ഇനി നമ്മളിത് ബാക്കിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ 2 ടെയിൽ ലാമ്പ് കണ്ട ബാക്കിലത്തെ മിറർമ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴാണ് സംഭവം വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ഉണ്ടാവില്ല ബാക്കിലത്തെ രണ്ട് ഇതാണ്. അത് ഡിക്ക് തുറക്കുമ്പോൾ ഇതടക്കം പോകുന്നത്. ഡിക്ക് തുറന്ന അത് കണ്ട ഡിക്ക് തുറക്കുമ്പോൾ പകുതി മൂളി പോയി കാഴ്ച. അപ്പോൾ ഇതുപോലെയാണ് 2 പീസായിട്ടാണ് നമ്മളിത് കണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി കറക്റ്റ് നല്ല ഫിനിഷിങ് ഒക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ശരിക്കും ഇവിടെ ലൈറ്റ് ഈ ഇതില്ല ഇതൊക്കെ നമുക്ക് ശരിക്കും കത്തണത് കാണിച്ചു തരാം. ഇവിടെ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ റിഫ്ലക്ടറാണ്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം നമ്മൾ ലൈറ്റ് കത്തുന്നുണ്ട് കണ്ട. റിഫ്ലക്ടറും കൂടിയാണ്. നല്ല അടിപൊളിയായിട്ട് സാധനം. പിന്നെ ബാക്കിലും കൂടി നമ്മളത് ചെറിയൊരു കിറ്റും കൂടി വന്നിരിക്കുന്നുണ്ട് കണ്ട. അടിപൊളിയായിട്ട് നമ്മുടെ കിറ്റൊക്കെ വന്നിരിക്കണം കണ്ട. നൈസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നോക്കി 2 പോലും. പക്ഷേ ഇതിൻ്റെ കിറ്റ് വന്നപ്പോഴാണ് സംഭവം അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഫിനിഷിങ് വന്നാണ് കണ്ട. നൈസായിട്ട് നമുക്ക് സംഭവം കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ടെയിൽ ലാമ്പിൻ്റെ അവിടെ കണ്ട ശരിക്കും നല്ല ഡിസൈൻ വർക്കിൽ നമ്മുടെ സാധനം വന്നിരിക്കുന്നത് കണ്ട. അടിപൊളിയിൽ നല്ല കട്ട ഫിനിഷിങ്ങും അതുപോലെ തന്നെ അടിപൊളി ലുക്കും സംഭവം മച്ചമാര് അടിപൊളിയായിട്ട് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ക്യാമറ കണ്ട. ഇവിടെ ഓൾറെഡി കമ്പനി ക്യാമറ വേറെ ഉണ്ട് സെപ്പറേറ്റ്. പക്ഷെ നമ്മൾ 360 ക്യാമറ ആയ കാരണം നമ്മൾ സെപ്പറേറ്റ് നമ്മളിത് വേറെ പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഒരു ലോഗോ പിന്നെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചറപതാന്ന് പറഞ്ഞുള്ള ഒരു വർക്കും കാര്യങ്ങളും നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല സിമ്പിൾ സാധനം. ഇതൊന്നും വലിയ സീനില്ലാത്ത സംഭവമാണ് വർക്കുകൾ ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു വർക്ക് എന്ന് പറഞ്ഞത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലോയ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ അലോയ് ചെയ്തതാണ് സിമ്പിൾ. നമ്മുടെ വണ്ടിക്ക് തന്നെ നല്ല അടിപൊളി ലുക്ക് കിട്ടുന്നുണ്ട് സംഭവം. ഇത് ഏകദേശം ഒരു 17 റേഡിയസ് ആണ് നമുക്ക് വരുന്നത് അലോയ് വരുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റെസ്റ്റ് തന്നെയാണ്. സെയിം സാധനം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. വണ്ടിയുടെ ഉള്ളിൽ എങ്ങനെ സെറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മച്ചമാരെ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ എന്തിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കു പറയും വണ്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് പ്രത്യേകത വന്നിരിക്കുന്നത്. ഓ ആൾക്ക് പറയാൻ ഭയങ്കര മടി. ഇങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞ് കാണിക്കില്ലേ. അപ്പോൾ ഇതില് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സംഭവം. സ്റ്റീരിയോ നമ്മൾ മൊത്തത്തിൽ ഒരു ആൻഡ്രോയിഡ് സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് വന്നിരിക്കുന്നത് എന്തിട്ടാ പറയുന്നത് ഇങ്ങനെ കാണിക്കല്ലേ ഓണാക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റീരിയോ ഓണായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ്. അപ്പോൾ നമ്മുടെ ഇത് 360 ക്യാമാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം കാണിക്കാൻ വേണ്ടി തന്നെ നമ്മൾ വണ്ടി കയറി തന്നെ. അപ്പോൾ നമുക്ക് 360 നമ്മൾ കാണിച്ചു തരാം.
അപ്പൊ മച്ചാമാരെ നമ്മുടെ റിവേഴ്സ് ക്യാമറ ഞങ്ങൾ ഓൺ ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാക്ക് കാണില്ലേ? അപ്പൊ നമ്മുടെ ബാക്ക് ക്യാമറ വന്നിരിക്കുന്നതാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ബാക്ക് ക്യാമറ വന്നിട്ട്. ഇപ്പൊ നമ്മുടെ സൈഡ്, ഇത് ഏതാ സൈഡ് വരുന്നത്? എൻ്റെ സൈഡാണെന്നുണ്ട്, ഡ്രൈവിംഗ് സൈഡിന്റെ സൈഡാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. ഇനി ഫ്രണ്ടില് നമ്മളത് ഫ്രണ്ട് ക്യാമറ. ഇതാണ് നമ്മുടെ 360 ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതുള്ളൂ, അല്ലാണ്ട് വലിയ പ്രത്യേകത കാര്യങ്ങളൊന്നും ഇല്ല അതില്. സംഭവം നല്ല അടിപൊളിയായിട്ട് നമുക്കിത് വണ്ടിയിൽ ഉള്ളിൽ തന്നെ, ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ ലെതറില് സംഭവം. അപ്പൊ ലെതറാണ് നമ്മുടെ സീറ്റുകളൊക്കെ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി, നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാം. സൗണ്ട് വരുന്നില്ല. അപ്പൊ മച്ചാമാരെ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് അന്നയ്ക്ക് നോക്കാം, എങ്ങനെയൊന്നും അറിയാലോ. ആ ഒരു സൗണ്ട് വരുമോ? ഇല്ല. മച്ചാമാരെ നല്ല അടിപൊളിയായിട്ട് സംഭവം പൊളിയാണ്. അതെന്നെ പറയാനുള്ളൂ, വേറെ കൂടുതൽ പറയാനായിട്ടൊന്നും ഇല്ല. എന്നാലും പക്ഷെ വണ്ടിയുടെ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം. സെറ്റപ്പ് എന്ന് പറഞ്ഞ സെറ്റപ്പ് രക്ഷയില്ല. അപ്പൊ ഒരു സാധനം നമ്മള് കാണിക്കാൻ മറന്നുപോയി. ഇവിടെ ഇരുന്ന് ആകാശം കാണാം, അതറിയോ? അപ്പൊ നമ്മള് ജസ്റ്റ് അതെ തുറന്നു വന്നടാ. സാധാരണ അക്കൊക്കെ വണ്ടിയിൽ പോണതല്ലേ പറയും, മുകളിലൊക്കെ എന്നിട്ട് വണ്ടിയിൽ ആൾക്കാരെ മോളിട്ട് കൂടെ ഹായ് പറയാള്. ആള് ജാതിയോടെ ഇതിട്ടുള്ളിൽ കൂടെ എന്നിട്ട് ഹലോ ഒക്കെ പറഞ്ഞിട്ട് പോളോ. ഒരു ദിവസം വീട്ടിൽ മുന്നിൽ കൂടെ മുമ്പേ ആള് ജല്ല കൂടെ കഴിഞ്ഞിട്ടേ മോളിലേക്ക് വന്നിട്ട് ഹായ് വരുന്നു, ഹലോ. ആള് പൊളിയാണ്, മാറാണ്. ആളിപ്പോ ഡീസന്റ് ആയിട്ട് ഇരിക്കണത് നമ്മളോട്ടാ. ആളിനി ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് അവസ്ഥ. അത് ആള് ഹോളിപ്പാകളായിരിക്കും. അതൊക്കെ പവറാക്കല്ല. അപ്പൊ അതേ നമ്മുടെ സംഭവം ക്ലോസ് ചെയ്തു. ഇത് നമ്മള് തന്നെ കൈകൊണ്ടിരുന്നല്ല. അപ്പൊ വീഡിയോ അടിപൊളിയായിട്ട് നമ്മള് സെറ്റ് ആക്കില്ല. നമ്മുടെ റൂളിലൊക്കെ നല്ല അടിപൊളി. എയർ ബാഗ്സ് ഒക്കെ എവിടെയാണ്? ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും എയർ ബാഗൊക്കെ രണ്ട് സൈഡിൽ. അത് ഓൾറെഡി എല്ലാ വണ്ടികൾക്ക് വരുന്നുണ്ട്. സംഭവം അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി നല്ല പുത്തൻ സാധനമാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ സെക്കൻഡ് എടുത്തല്ല നമ്മള്. സെക്കൻഡ് വണ്ടി നമ്മൾ സെക്കൻഡാണ് സംഭവം എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നേരെ സെക്കൻഡ് എടുത്തു. എന്നിട്ട് അത് നമ്മൾ നേരെ വർക്കിന് കയറ്റി സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുകയാണ്. സംഭവം വണ്ടി റെന്റിന് പോകണ്ട? ഇല്ലടാ, വണ്ടി റെന്റിന് പോകില്ലേട്ടാ. വണ്ടിന് വേറെ വണ്ടികളൊക്കെ റെന്റ് കൊടുക്കണല്ലേ? വേറെ വണ്ടികളൊക്കെ നമ്മൾ റെന്റ് പോണ വണ്ടികളൊക്കെ ഉണ്ട്. ഇതിപ്പോ പുത്തൻ ഇപ്പൊ അടുത്ത് വർക്ക് കഴിഞ്ഞ് ഇറക്കിയ കാരണമാണ് ഇപ്പൊ നിലവിലില്ലാത്തത്. അപ്പൊ സംഭവം അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ആക്കിണ്ട്. അക്കൂടെ വെള്ളം കുടിച്ചു തുടങ്ങിയ ആള് വയ്യാണ്ടായി തുടങ്ങി, നല്ല ക്ഷീണത്തിനായിണ്ടെന്ന്. അപ്പൊ നമ്മള് നേരെ നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് പോകാം. റൈഡ് പോയിട്ട് നമുക്ക് നോക്കാം വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ. മച്ചന്മാരെ, അപ്പൊ നമ്മുടെ വീഡിയോ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ ലൈക്ക് ബട്ടൺ അമർത്താൻ. നല്ല അടിപൊളിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കത് ഇനിയും നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നത് നമ്മൾ അടിപൊളി ഒരു ബൈക്കാണ്. അത് നമ്മളിപ്പോൾ പറയണില്ല, അതൊരു സർപ്രൈസാണ്. സംഭവം അടിപൊളി സാധനം, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് കാണാം. അപ്പോൾ അതുവരേക്കും നമുക്ക് സൈൻ ഓഫ് പറയാൻ നിൽക്കണമെന്നില്ല. നാളെ കാണുമായിരിക്കും. നാളെ അല്ല, അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ. എന്റെ സഹായ പ്രവർത്തകൻ അക്കു ഒരു അടിച്ച സഹായിക്കാൻ വേണ്ടിട്ട് അക്കുതാ കഠിനമായി പ്രയത്നിക്കുന്നു. മച്ചന്മാരെ ധീരരോധനം നോക്ക്, ക്യാമറമാൻ നോക്ക്, ലെൻസ് എന്തിനാണ് എനിക്ക് പറഞ്ഞില്ല സാധനം. ഇതെങ്ങനെയാണ്
കൈ കൊണ്ട് വലിച്ചടക്കണം. അപ്പൊ ഓഫ് ചെയ്യ്, അതിനിട്ടെടുക്കാം. ഇത് ഇനി ഓഫ് ചെയ്യാൻ വെറുതെ മതി.